നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്നൊരു വിശേഷമാണ് നാളെ സംഭവിക്കുന്നത്. കള്ള ഗർഭം അങ്ങനെ പൊളിച്ചടുക്കി ചന്ദ്രമതി കാരണം അടിച്ച് പൊട്ടിച്ചു വിടുന്നുണ്ട് ശ്രുതിയെ. അപ്പൊ ശ്രുതി ഇത്രയും കാലം വിചാരിച്ചോണ്ടിരുന്ന താൻ എന്ത് കള്ളത്തരം കാണിച്ചാലും അത് നൈസായിട്ട് ചന്ദ്രോദയത്തിൽ നടക്കും. ആർക്കും തന്നെ ഒരു സംശയം തോന്നത്തില്ല. എല്ലാരും മണ്ടന്മാരാ അവിടെയുള്ള. ആർക്കും ഒരു ബുദ്ധിയും വിവരമൊന്നും ഇല്ലെന്നാ. പക്ഷേങ്കില് ചന്ദ്രമതി സച്ചിയും ചേർന്നിട്ട് അതങ്ങോട്ട് പൊളിച്ചടുക്കി കൈയോടെ കൈ കൊടുക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് സംശയം. ഡോക്ടറല്ലേ, അവർ ഈ പണി തുടങ്ങിയിട്ട് ഇന്ന് കുറച്ച് ദിവസങ്ങളൊന്നും ആയില്ലല്ലോ, ഒത്തിരി കാലങ്ങളായില്ലേ. അപ്പൊ പിന്നെ ഡോക്ടർ പരിശോധിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യുക മാത്രമല്ല കുറച്ച് ടെസ്റ്റുകൾക്കൊക്കെ കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതി ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് നടത്തില്ല. എങ്ങനെ ഒന്ന് രക്ഷപ്പെടുന്നേ? ദൈവമേ, ഇതറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാൽ ഈ മടയിലേക്ക് വന്ന് തലവെച്ച് കൊടുക്കില്ലായിരുന്നു. അറിയാതെ സംഭവിച്ചു പോയതാ. ഹോസ്പിറ്റലിലേക്കാന്ന് അറിയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് താന് ഈ യാത്ര ഒഴിവാക്കിയാനും. ഇപ്പൊ ഒന്നുമല്ലോ, എടവും ബലവുമായിട്ട് ശ്രുതിയും ചന്ദ്രമതി, പോരാത്തതിന് സച്ചിയും കൂടെ. ഇനി എങ്ങനെ രക്ഷപ്പെടും? അങ്ങനെ ഒടുവില് ഡോക്ടർ അത് പറഞ്ഞ ടെസ്റ്റിനൊക്കെയുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കുറിച്ച് ശ്രുതിയുടെയിലേക്ക് കൊടുത്തു. അങ്ങനെ ശ്രുതി അതൊക്കെ വാങ്ങിക്കൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വരുവാണ്. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? എടാ അത് പിന്നെ ഉണ്ടല്ലോ, ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് ടെസ്റ്റുകളൊക്കെ കുറിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആദ്യം ടെസ്റ്റുകളൊക്കെ നടത്താന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റുകൾ നടത്താൻ പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അതെ ടെസ്റ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം സ്കാൻ ചെയ്യാൻ പോകാം. കാരണം സ്കാൻ ചെയ്യുമ്പോൾ അറിയാലോ എങ്ങനെ എന്താന്നൊക്കെയുള്ള കാര്യങ്ങള്, കുഞ്ഞുണ്ടോ തള്ളയുണ്ടോ എന്നൊക്കെ അറിയാലോ. ചന്ദ്രമതി ആരാ മോള്, ശ്രുതിയെ വിറ്റ പണം അവരുടെ കയ്യിലുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അല്ലമ്മ അത് പിന്നെ സ്കാൻ ചെയ്യണോ? നേരത്തെ ഒന്ന് സ്കാൻ ചെയ്താ, എപ്പോഴും സ്കാൻ ചെയ്താ കുഞ്ഞിന് ദോഷം. അതെ, അകത്തിരിക്കുന്ന ഡോക്ടറെ വെറുതെ ഇരിക്കുന്നൊന്നും അല്ലല്ലോ, അവര് പറഞ്ഞിട്ടല്ലേ, അപ്പൊ സ്കാൻ ചെയ്യണോന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അതെ എന്തേലും ദോഷം ഉണ്ടെങ്കിൽ ആ ഡോക്ടർ അങ്ങനെ പറയുമോ? ഒരിക്കലും പറയില്ല. പിന്നെ നീ എന്തിനാ ശ്രുതി വിഷമിക്കണേ? സച്ചിൻ പറഞ്ഞു, അത് ശരിയാ. ദൈവമേ, ചുറ്റിയ പാമ്പ് കടിച്ചാൽ തീരുവുള്ളെന്നും പറഞ്ഞിട്ടാണല്ലോ ഇവര് 3 പേരും കൂടെ. 3 പേരും ഉണ്ട്, ഓടിപ്പോയാലോ ഒന്നൊക്കെ ഒന്ന് ആലോചിച്ചു. ശരിയാത്തില്ല. പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. അപ്പോഴേക്ക് ശ്രുതിയൊക്കെ ഞെട്ടിപ്പോയി. എന്താ എന്താ ശ്രുതി, കാര്യം എന്താന്ന് ചോദിച്ചു. അയ്യോ അത് പിന്നെ എന്താ, അതെ എൻ്റെ ഒരു എന്നാ ചിറ്റ മരിച്ചു പോയെന്ന് പറഞ്ഞു. മരിച്ചു പോയെന്നോ? അതെ, ഇത് ഇപ്പോഴെ ഫോണിൽ മെസ്സേജ് വന്നേ, ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ ഡോക്ടറുടെ ക്യാബിലായിരുന്നുണ്ട്. ഇപ്പോഴറിഞ്ഞേ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പോണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു, പോകാം, ഞങ്ങള് കൊണ്ടാവാം, നീ ഇവിടെ നിൽക്ക്, ഡോക്ടറെ കാണാൻ വന്നല്ലേ, സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി, ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതൊന്നും പറ്റില്ല, എനിക്കിപ്പൊ തന്നെ പോണം, എനിക്ക് കാണണം അവരെ, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പോണെന്ന് പറഞ്ഞു വലിയവായി കരച്ചിലാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ശ്രുതി നീ ഇങ്ങനെ കരയാതെ, ഇതേ നമ്മുടെ കുഞ്ഞിന് ദോഷമാ, നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത വേണം. അവൻ ഇപ്പോഴും പൊട്ടനാ, അവനൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ ചന്ദ്രമതിക്ക് മനസ്സിലായി അടവാന്ന്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി, എനിക്ക് പോണെന്നും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോ സച്ചി കയറി തടഞ്ഞു. പോവണ്ടെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കൈവച്ച് ഇങ്ങനെ അങ്ങ് തടയുവാണ്. സച്ചിനെ തള്ളി മാറ്റി അങ്ങോട്ട്. സച്ചി അപ്പോഴത്തേക്ക് എടുത്തടിച്ച് നിലത്ത് കിടന്നു. തള്ളി മാറ്റിയിട്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലായി, ഇവള് പ്രഗ്നന്റ് വല്ല ഒരു മണ്ടാങ്കട്ടയല്ല, ഇവൾക്ക് രക്ഷപ്പെടാനുള്ള പുറപ്പാടിലാണ് ഇവള്. വീടുപോ ചന്ദ്രമതി. ചന്ദ്രമതി പിന്നാലെ. അപ്പോഴേക്ക് സച്ചി എഴുന്നേറ്റ് പിന്നാലെ പോവാണ്. അതുപോലെ തന്നെ ശ്രുതി. ഈ സമയത്ത് ശ്രുതി നല്ല സ്പീഡിൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോന്നെ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ശ്രുതി നീ ഇങ്ങനെ ഓടല്ലേ, നിന്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞെന്ന് പറയാണ്. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് ചെന്നു. ശ്രുതി അങ്ങോട്ട് പിടിച്ചു നിർത്തി. നീ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ഒരൊറ്റ ഓർമ്മമായിരുന്നു കാരണം തീർത്തിട്ട്. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, അമ്മ എന്ത് പരിപാടിയെ കാണിച്ചേ? അമ്മ എന്തിനാ അവളെ തല്ലിയത്? അവള് ഗർഭിണിയാന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അമ്മ അവളെ തല്ലിയില്ലേ? അമ്മ കഷ്ടമുണ്ട് അമ്മ. അവൾക്ക് പോണെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ? അവൾക്ക് അത്ര വേണ്ടപ്പെട്ട ആള് മരിച്ചോണ്ടല്ലേ അവള് പോകുന്നതെന്ന് ചോദിച്ചു. നീ മിണ്ടരുത്. എടാ, നീ ഇതുപോലൊരു മരം മണ്ടനായി പോയല്ലോ. ഇവളിപ്പോഴും നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക. നമ്മളെല്ലാം പറ്റിക്കാന്ന് വിചാരിച്ചോണ്ടാ ഇവളിരുന്നേ. ഇവള് ഗർഭിണിയല്ല, ഒരു മണ്ണാങ്കട്ടയല്ലെന്ന് പറഞ്ഞു. അമ്മ എന്താ പറയണേ? മിണ്ടരുത് നീ. എടാ, ഇവള് ഗർഭിണിയാന്ന് പറഞ്ഞോണ്ട് വീട്ടിലേക്ക് വീണ്ടും വന്ന് കയറാനുള്ള അടവായിരുന്നു ഇവളുടെ.
ഡോക്ടറുടെ മുന്നിൽ വെച്ച് ഇവളുടെ അഭിനയം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. ഡോക്ടർ ചോദിച്ചില്ല ഇതിനു മുമ്പ് ടെസ്റ്റ് നടത്തിയല്ലോ എന്നൊക്കെ, പക്ഷെ അതിനു മുമ്പ് എല്ലാം പറയുകയും ചെയ്തു. എന്നിട്ടോ ഇവളുടെ കയ്യിൽ സ്കാൻ ചെയ്ത റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവള് വീട്ടിലേക്ക് വരുമല്ലേ, ഇവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് സഹിതം കണ്ണെഴുതാനും പൊട്ടുവിടാനുള്ള സാധനം വരെ എടുത്തല്ലോ. എന്നിട്ട് ഇവൾ എന്തുകൊണ്ട് ആ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നും എടുത്തില്ല? അപ്പൊ തന്നെ എനിക്കറിയായിരുന്നു. പിന്നെ ഇവൾ ഈ കള്ളത്തരം അല്ല ഇതിനപ്പുറവും കാണിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇവളെ നേരെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞത്. അല്ലമ്മേ, അത് പിന്നെ എടാ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇവള് വേണേ അടവ് പറയും കുഞ്ഞ് അബോർട്ടായി പോയെന്ന്. നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ട് ശ്രുതി പറഞ്ഞു, അമ്മേ ഇവള് എടാ ഇപ്പോഴും ഇവള് നിന്നെ പഠിച്ചോണ്ടിരിക്കുക, നിനക്കത് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. എടി പെരുങ്കള്ളി, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഈ ചന്ദ്രമതിയെ പറ്റിക്കാന്നോ? എടി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോവാന്ന് കരുതി തന്നെ ഞങ്ങൾ വന്നേ. നിന്റെ കള്ള ഗർഭം പൊടിച്ചെടുക്കാൻ തന്നെയാ. നീ പെട്ടെന്ന് ഇങ്ങനെ അഭിനയം കാണിച്ചു വെച്ചപ്പോ തന്നെ എനിക്കറിയായിരുന്നു ഇതിന്റെ പിന്നില് നീ പല ഉദ്ദേശ ലക്ഷ്യങ്ങളും വെച്ചിട്ടാന്ന്. നിനക്ക് ആ വീട്ടിലേക്ക് എങ്ങനെയും കയറണം, അതിന് വേണ്ടിയിട്ടല്ലേ നീ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, സത്യമാണോ ശ്രുതി പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി അത് പിന്നെന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ദേ നീ അതെ ഇനി പ്രഗ്നന്റ് ആണെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ കയ്യെ പിടിച്ച് വലിച്ച് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കാൻ പോവാ. സ്കാനിങ്ങിന് കേട്ടപ്പോ നീ എന്തിനാടി ഇറങ്ങി ഓടിയത്? പേടിച്ചോടിയതല്ലേടി, നിന്റെ വയറ്റിൽ കുഞ്ഞില്ലാത്തതുകൊണ്ട് നീ കാണിച്ചല്ലേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അമ്മയെ ഞാന് മിണ്ടരുത് നീ. എടാ സുധി, ഇവള് പറ്റിക്ക് വരുന്നടാ വീണ്ടും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുധിക്ക് സഹിച്ചില്ല. ഈ സമയത്ത് സുധി കയ്യിലിരുന്ന് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ആ കൊടുത്തതിന്റെ പേപ്പറെല്ലാം കൂടി ചുരുട്ടിക്കൂട്ടി അവളുടെ മുന്നിലേക്ക് ഒരു ഒറ്റ ഏറിഞ്ഞങ്ങോട്ട്. സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഇനി നീ ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, വാടാ സുധി ഇങ്ങോട്ട് എന്നും പറഞ്ഞ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അപ്പോഴേക്കും സുധി പറഞ്ഞു, എന്നാലും നീ വീണ്ടും ഇതുപോലെ നാടകം കളിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ഇത്ര തരം താണവളായി പോയല്ലോ. നീ ചെയ്ത കള്ളത്തരം വീണ്ടും നീ കള്ളത്തരം കാണിച്ച എന്നെ എന്റെ കുടുംബത്തെ വഞ്ചിക്കാൻ നോക്കിയത്. ഇനി ഈ ജന്മത്തെ ഞാൻ നിന്നെ വിശ്വസിക്കില്ലടി. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നില്ല. നിന്നോട് എനിക്ക് കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഇപ്പൊ എനിക്ക് നിന്നോട് തോന്നും വെറും പുച്ഛം മാത്രമാ, വെറും അറപ്പ് മാത്രം. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ എന്നെ കൊല്ലാനും മടിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സുധി എന്ന് കാറിലേക്ക് കയറി. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു കാർ എടുക്കടാന്ന് പറഞ്ഞു. ചന്ദ്രമതി സുധി സച്ചിയും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ശ്രുതി ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാ വന്നേ. അപ്പോഴേക്കും സച്ചി ശ്രുതിയുടെ ഭാഗമൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ കാണിക്കാനും പറഞ്ഞുകൊണ്ട് ഇതിൽ പരം ഒരു പണി കിട്ടാനില്ല. പ്രതീക്ഷയോട് വന്നതാണ്. അങ്ങനെ ഹോസ്പിറ്റലിന് മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കുകയാണ്. അവിടെ ഇരുന്ന് പൊട്ടിക്കരയാനും ശ്രുതിക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ചന്ദ്രമതി ആകെപ്പെടെ ടെൻഷനിലാണ് കാളിരിക്കുന്നത്. അപ്പോഴേക്കും സച്ചി ശ്രുതിയോട് പറഞ്ഞു, എടാ അമ്മയ്ക്കും എനിക്കൊക്കെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു ഈ കാര്യത്തില്, നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആണോന്ന്. അമ്മ എന്നോട് ഒന്ന് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെക്കപ്പ് നടത്തിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്ന്. നീ ഒരു മരം മണ്ടനായതുകൊണ്ട് നിന്നെ പറ്റിക്കാനായിട്ട് കൂടുതൽ എളുപ്പ. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളും അവളെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ കൂടെ കഴിഞ്ഞുകൊണ്ടിരുന്നേ. വീണ്ടും നിന്നെ പറ്റിച്ച് ഇവിടെ താമസിക്കാന്ന് കരുതിയിട്ടായിരുന്നേ. എന്നാലും ഇങ്ങനൊരു കള്ളത്തരം പറയേണ്ട കാര്യമില്ലായിരുന്നു. അവൾക്ക് വരണമെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എല്ലാവരെ കൊണ്ട് സമ്മതിപ്പിച്ച് വരായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ചെയ്ത നാടകം ഉണ്ടല്ലോ, ഒരു പെണ്ണും ചെയ്യാത്ത എന്നൊക്കെ പറയാണ്. അങ്ങനെ അവസാനം സുധി ആകെപ്പാടെ വല്ലാതെ ആയിപ്പോയി. വീട്ടിലേക്ക് വരുമ്പോ എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരുന്നേ. അങ്ങനെ വന്നു കഴിയുമ്പോ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചേട്ടൻ്റെ നിങ്ങൾ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാൻ പോയിട്ട് അവൾ എന്തെന്ന് ചോദിച്ചു. അവള് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ രവിയേട്ടാ, അവള് നമ്മളെല്ലാം വിഡ്ഢികളാക്കുമെന്ന്. ശരിയായിരുന്നു, അവള് നമ്മളെല്ലാരും വിഡ്ഢിയാക്കുകയോ ചെയ്തോണ്ടിരുന്നേ. അവള് പ്രഗ്നന്റും അല്ല ഒന്നുമല്ല, നമ്മളെല്ലാരെയും കബളിപ്പിച്ചുകൊണ്ടിരുന്നാന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അവർക്ക്. അവർ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോന്നെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.